मोहम्मद नबी का फरमान बंधा हजारों लबों पर। AD 1700-കളുടെ ആരംഭം. ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരും ഭരിക്കുന്ന കാലം. നാടുവാഴികളും നാട്ടുപ്രമാണിമാരും കീഴ്ജാതിക്കാരെ മൃഗസമാനമാക്കി ഭരിക്കുന്ന കാലം. ഇങ്ങ് കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. കേരളത്തെ തുണ്ടം തുണ്ടമാക്കി ഭരിക്കുന്ന കൊച്ചു രാജാക്കന്മാർ, കൃഷിയും കച്ചവടവും കുലത്തൊഴിലാക്കിയ കീഴാളന്മാരും, പല്ലക്കിൽ യാത്ര ചെയ്ത് സുഖിച്ച് നടക്കുന്ന മേലാളന്മാരും. ഓരോ നാടുവാഴിയും തൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താൻ യുദ്ധവും സന്ധിയുമായി നെട്ടോട്ടമോടുന്ന കാഴ്ച. കോഴിക്കോട് സാമൂതിരിയും തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും നാട്ടുരാജാക്കന്മാരിൽ പ്രമാണിമാരായി. ഇവർ തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കാൻ ദുർബലനായ പാലക്കാട് മഹാരാജാവിനെ തോൽപ്പിക്കാനുള്ള അടവുകൾ നടത്തുകയാണ്. കോഴിക്കോട് സാമൂതിരി പാലക്കാട് രാജാവിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ട് സൈന്യവുമായി മുന്നേറാനിരിക്കെ പാലക്കാട് രാജാവ് മറ്റു രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ദിണ്ടിക്കൽ ഗവർണറായ ഹൈദരലി മാത്രമാണ് സഹായത്തിന് തയ്യാറായത്. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൈദരലി പാലക്കാട് രാജാവിന് സഹായം വാഗ്ദാനം ചെയ്തു. മഖ്ദൂം അലിയുടെ നേതൃത്വത്തിൽ 5000 പടയാളികളുമായി ഹൈദരലി കേരളത്തിലേക്ക് പടയെ പറഞ്ഞയച്ചു. ഹൈദറിൻ്റെ സൈന്യം വന്നെത്തിയ വിവരം സാമൂതിരി അറിഞ്ഞപ്പോൾ തൻ്റെ സൈന്യം പിൻവലിച്ച് സാമൂതിരി പേടിച്ചു മടങ്ങി. ഇതോടെ ഹൈദർ എന്ന മൈസൂർ സേനാധിപൻ കേരളത്തിൽ കാലുകുത്തി. ഹൈദർ വേറിട്ട വ്യക്തിത്വമായിരുന്നു. യുദ്ധവും തന്ത്രവും ഭരണവും ശക്തിപ്പെടുത്താൻ ഹൃദയം പാകം വന്ന രാജാവ്. അതുകൊണ്ട് തന്നെ സ്വന്തം സാമ്രാജ്യം വിപുലീകരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും ഹൈദർ ഉപയോഗപ്പെടുത്തി. ഇത് ദേവനാം ഹില്ലി, ബാംഗ്ലൂരിൽ നിന്നും 35 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ചെറിയ കൊട്ടാരം. ഹൈദറിൻ്റെ ഭാര്യ ഇവിടെ സന്തോഷപൂർവ്വം താമസിച്ചു വരവെ ഒരു കുഞ്ഞിക്കാല് കാണാൻ മോഹിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിൽ അവർക്കൊരു മകൻ പിറന്നു. അദ്ദേഹമാണ് പിൽക്കാലത്ത് ടിപ്പു എന്ന പേരിൽ പ്രസിദ്ധനായ ഫതഹ് അലി. AD 1750 നവംബർ 10 വെള്ളിയാഴ്ച ഇവിടെ വെച്ച് ടിപ്പു ജനിച്ചു. ഈ മഹാമനീഷിക്ക് ജന്മം നൽകിയ ഭവനം ഇപ്പോഴും നമുക്കവിടെ കാണാം. ഹൈദർ തൻ്റെ മകനെ രാജകുമാരനായി തന്നെ വളർത്തി. ടിപ്പുവും പിതാവിൻ്റെ പാത തന്നെ പിന്തുടർന്നു. ആയോധന കലയിലും വിജ്ഞാന സമ്പാദനത്തിലും ടിപ്പു തൻ്റെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സന്ധിയില്ലാ സമരം നടത്തിയ ഹൈദറിൻ്റെ നയത്തിൽ ടിപ്പു ഉറച്ചു വിശ്വസിച്ചു. വൈദേശികാധിപത്യമാണ് നാടിൻ്റെ ആപത്തെന്ന് മനസ്സിലാക്കി അവരോട് സന്ധിയില്ലാ സമരം നടത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു രാജാവും ഇങ്ങനെ വൈദേശികർക്കെതിരെ സമരം നടത്തിയിട്ടില്ല. ടിപ്പുവിനോളം നാടിനെ സ്നേഹിച്ച ധീരദേശാഭിമാനി മറ്റാരെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നാൽ ചരിത്രം വളരെ പിന്നിലാണ്. ചരിത്രകാരന്മാരും അങ്ങനെ തന്നെ. സ്വന്തം നാടിൻ്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും കഠിന പരിശ്രമം നടത്തി മോചനത്തിനു വേണ്ടി പടപുരുതി മരിച്ചിട്ടും നാം ടിപ്പുവിനെ ഓർത്തില്ല. ആ മിടിപ്പുകൾ അവസാനിച്ചപ്പോൾ ചരിത്രവും ടിപ്പുവിനെ അവഗണിച്ചു. ആ ശേഷിപ്പുകൾ ആർക്കും വേണ്ടാതെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. 170ഓളം വർഷം ഇവിടെ ഭരിച്ച വൈദേശികർക്ക് ചെയ്യാൻ കഴിയാത്ത സുഹൃതങ്ങൾ 6 വർഷം കൊണ്ട് ടിപ്പു ചെയ്തിട്ടും ടിപ്പുവിനെ നാം അറിയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത ഭാഷകളിൽ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ ധാരാളം പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷയിൽ തന്നെ 15ഓളം പുസ്തകങ്ങൾ. ഒരു രാജാവിനെക്കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഒരുപക്ഷെ ടിപ്പുവിനെക്കുറിച്ച് മാത്രമായിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് ടിപ്പുവിനെ അറിയാൻ പ്രയാസമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം അതിവിശാലമാണ്. അത് അങ്ങനെ ഒരിടത്തും ഒതുങ്ങുന്നതല്ല. ഇത് ശ്രീരംഗപട്ടണം ദ്വീപ്. 3 ഭാഗത്തും
കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മൈസൂരിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാം എത്തുന്നത് ഇവിടെയാണ്. ടിപ്പുവും ശ്രീരംഗപട്ടണവും ഒരു ജീവിതമാണ്, ഒരു ചരടിലെ മണികൾ. ടിപ്പുവില്ലാത്ത ശ്രീരംഗപട്ടണവും ശ്രീരംഗപട്ടണമില്ലാത്ത ടിപ്പുവും ചരിത്രത്തിലില്ല. ഇത് ടിപ്പുവിൻ്റെ തട്ടകമാണ്, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും. 3.5 മൈൽ നീളവും 1.5 മൈൽ വീതിയുമുള്ള കൂറ്റൻ കോട്ടയാണ് ഇവിടെയുള്ളത്. AD 1454 വിജയനഗര രാജാക്കന്മാരിൽപ്പെട്ട ഗ്രാമത്തലവൻ തിമ്മണ്ണ ഇവിടെ ഒരു കോട്ട പണിതു. 1609 വോഡയാർ മഹാരാജാവ് കോട്ട അല്പം ബലപ്പെടുത്തി. എന്നാൽ ഹൈദരലി മൈസൂർ കീഴടക്കിയതോടെ അത് ഒരു ചരിത്ര സംഭവമായി മാറി. അദ്ദേഹം കോട്ട പുനർനിർമ്മിച്ചു. ഹൈദരലിയുടെ എല്ലാ കഴിവുകളും ഈ കോട്ടയിൽ പ്രകടമാണ്. 3 ഭാഗത്തും കാവേരി നദിയും മുൻഭാഗത്ത് ആഴമുള്ള കിടങ്ങും കോട്ടയ്ക്ക് ചുറ്റും മുൾച്ചെടികളും വളർത്തിയപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സാമ്രാജ്യമായി മാറി. ഒരു ശത്രുവിനും അകത്ത് കടക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറ. ഇത് കോട്ടയിലേക്കുള്ള കവാടം. ആഴമുള്ള കിടങ്ങിന് മേലെ പാലത്തിലൂടെ സഞ്ചരിക്കാം. വലിയ പാറയുപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ട പേർഷ്യൻ കലയുടെ നിദർശനമാണ്. ഇതാണ് നിരീക്ഷണ ഗോപുരം. ടിപ്പു നിർമ്മിച്ച ഈ ഗോപുരം ഇന്നും പതാക ഉയർത്താനുള്ള സ്ഥലമായി ഉപയോഗിക്കുന്നു. നിരീക്ഷണ ഗോപുരത്തിൽ കയറി നിന്നാൽ കോട്ടയിലേക്കുള്ള 3 കവാടങ്ങളും കാണാം. കൊട്ടാരവും കാവേരി നദിയുടെ സ്പന്ദനവും ഇവിടെ നിന്നാൽ ദർശിക്കാം. കരിങ്കല്ലിൽ പടുത്തുയർത്തിയ ഇതിൻ്റെ മുകളിലേക്ക് സുന്ദരമായ പടവുകളിലൂടെ കയറാം. മസ്ജിദ് ആല. ഹിജ്റ വർഷം 1210 അഥവാ AD 1784 ഒരു സൂഫിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത്. 44 അടി നീളവും 70 അടി വീതിയുമുള്ള ഈ മസ്ജിദാണ് ടിപ്പുവിൻ്റെ കോട്ടയിലെ ആരാധനാലയം. തറയിൽ നിന്നും ഗോവണി വഴി 15 പടികൾ കയറിയാൽ മാത്രമേ പള്ളിയിലെത്തൂ. മുകൾ ഭാഗത്ത് പള്ളിയും താഴെ മദ്രസയും കുതുബ്ഖാനയുമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത്. ഈ പള്ളി അത്യപൂർവമായ ഒന്നാണ്. ഭീമാകാരങ്ങളായ 3 വാതിലുകളല്ലാതെ ഒരൊറ്റ ജനലും ഈ പള്ളിക്കില്ല. പള്ളിക്ക് മുകളിൽ മുറ്റം പോലെ ഒരു സ്ഥലം സംവിധാനിച്ചിരിക്കുന്നു. ആ മുറ്റത്ത് കാണുന്ന നിസ്കാര സമയമറിയാൻ ടിപ്പു തന്നെ നിർമ്മിച്ച വെയിൽ ഘടികാരം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരുപാട് കയ്യെഴുത്തു പ്രതികൾ ഇന്നും ഈ പള്ളിയിലുണ്ട്. ഇത് പള്ളിയുടെ കുളം. അംഗസ്നാനം ചെയ്യാൻ കാവേരി നദിയിൽ നിന്നും ടിപ്പു ജലസേചന സൗകര്യം നടത്തിയ വഴികൾ ഇവിടെ വ്യക്തമാണ്. പള്ളിയുടെ 2 മിനാരങ്ങൾ ടിപ്പുവിൻ്റെ ബുദ്ധിസാമർഥ്യത്തിൻ്റെ അടയാളങ്ങളാണ്. നിറയെ ദ്വാരങ്ങളുള്ള മിനാരത്തിൻ്റെ ഉള്ളിൽ നിന്നും ശത്രുവിൻ്റെ നീക്കമറിയാൻ കഴിയുന്നു. ജന്തുസ്നേഹിയായ ടിപ്പു പ്രാവുകൾക്ക് അഭയം നൽകാനും കൂടി നിർമ്മിച്ചതാണിത്. മനോഹരമായ